നമസ്കാരം. റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് യുവേഫ ചാമ്പ്യൻസ് ലീഗിൽ നടക്കുന്ന രണ്ടാം സെമി ഫൈനൽ പോരാട്ടത്തിൽ PSG കളിക്കളത്തിലേക്ക് ഇറങ്ങുന്നുണ്ട്. എതിരാളികൾ ജർമ്മൻ കരുത്തരായ ബൊറൂസിയ ഡോർട്ട്മുണ്ടാണ്. ഇന്ന് രാത്രി ഇന്ത്യൻ സമയം 12:30 ബൊറൂസിയയുടെ മൈതാനമായ സിഗ്നൽ ഇഡുന പാർക്കിൽ വെച്ചുകൊണ്ടാണ് ഈ ഒരു മത്സരം അരങ്ങേറുക. അത്ലറ്റിക്കോ മാഡ്രിഡിനെ പരാജയപ്പെടുത്തിക്കൊണ്ടാണ് ബൊറൂസിയ വരുന്നതെങ്കിൽ കഴിഞ്ഞ ക്വാർട്ടർ ഫൈനൽ മത്സരത്തിൽ ബാഴ്സലോണയെ പുറത്താക്കിക്കൊണ്ടാണ് ഇപ്പോൾ PSG വരുന്നത്. ഈ ചാമ്പ്യൻസ് ലീഗിന്റെ ഗ്രൂപ്പ് ഘട്ടത്തിൽ 2 തവണ PSG-യും ബൊറൂസിയയും തമ്മിൽ ഏറ്റുമുട്ടിയിട്ടുണ്ട്. അതിൽ ഒരു മത്സരത്തിൽ PSG വിജയിച്ചപ്പോൾ മറ്റൊരു മത്സരം സമനിലയിൽ കലാശിക്കുകയായിരുന്നു. ഏതായാലും ഇന്നത്തെ മത്സരത്തെക്കുറിച്ച് ബൊറൂസിയയുടെ പരിശീലകനായ എഡിൻ ടെർസിച്ച് ചില കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതായത് PSG-യെ പേടിക്കണം എന്നാണ് ഇദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. അതിന്റെ കാരണങ്ങളും അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട്. പക്ഷെ PSG-യേക്കാൾ കൂടുതൽ വിജയദാഹം ഉള്ളത് തങ്ങൾക്കാണെന്നും ഇദ്ദേഹം അവകാശപ്പെടുന്നുണ്ട്. ബൊറൂസിയ പരിശീലകന്റെ വാക്കുകൾ ഇങ്ങനെയാണ്: 180 മിനിറ്റുകൾ അവശേഷിക്കുന്നു. എന്ത് വേണമെങ്കിലും സംഭവിക്കാം. ഞങ്ങൾ ഫേവറേറ്റുകളാണോ എന്ന കാര്യം എനിക്കറിയില്ല. ഒരു പക്ഷേ ഞങ്ങളായിരിക്കാം എക്സ്പീരിയൻസ് ഏറ്റവും കുറഞ്ഞ ടീം. പക്ഷെ ഞങ്ങൾ അവരെക്കാൾ കൂടുതൽ വിജയദാഹമുള്ളവരാണ്. എല്ലാത്തിനും ഞങ്ങൾ റെഡി ആയിരിക്കേണ്ടതുണ്ട്. ഒരു കൃത്യമായ പ്ലാൻ ഞങ്ങൾക്ക് ഈ മത്സരത്തിൽ വേണം. പക്ഷെ PSG-യെ സൂക്ഷിക്കേണ്ടതുണ്ട്. കാരണം ഫോമിന്റെ ഏറ്റവും പീക്കിലാണ് അവരിപ്പോൾ ഉള്ളത്. ഞങ്ങൾ കൂടുതൽ മികച്ചവരാവേണ്ടതുണ്ട്. ചാമ്പ്യൻസ് ലീഗ് കിരീടം നേടുന്നതിന് ആവശ്യമായ കൃത്യമായ പ്ലാൻ ഇപ്പോൾ അവർക്കുണ്ട്. വളരെ സ്ഥിരതയാർന്ന പ്രകടനം അവരിപ്പോൾ പുറത്തെടുക്കുന്നു. ഇതാണ് ബൊറൂസിയ പരിശീലകൻ പറഞ്ഞിട്ടുള്ളത്. ഏതായാലും ഇന്ന് മികച്ച ഒരു മത്സരം കാണാൻ കഴിയും എന്നുള്ള ഒരു പ്രതീക്ഷയിലാണ് ഇപ്പോൾ ആരാധകരുള്ളത്. സൂപ്പർ താരം കിലിയൻ എംബപ്പയിലാണ് PSG ഇപ്പോൾ പ്രതീക്ഷകൾ അർപ്പിച്ചിരിക്കുന്നത്. ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. വീണ്ടും കാണാം.